ബി.ജെ.പി. നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പ്രസ് മീറ്റിന് മറുപടിയുമായി ഇൻഫ്ലുവൻസർ വേദലക്ഷ്മി. റോബിൻ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അസത്യമാണെന്നും അതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വ്യക്തമാക്കിയാണ് വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുതിയ വീഡിയോ പുറത്തുവിട്ടത്. റോബിൻ എവിടെയാണോ അവസാനിപ്പിക്കുന്നത് അവിടെ നിന്നാണ് താൻ തുടങ്ങുന്നതെന്നും റോബിന്റെ ഓരോ കള്ളങ്ങളും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമെന്നും വേദലക്ഷ്മി അവകാശപ്പെട്ടു. റോബിനുമായി തനിക്കുള്ള പരിചയത്തിന്റെ തുടക്കത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തെറ്റാണെന്ന് വേദലക്ഷ്മി ചൂണ്ടിക്കാട്ടി. 2019 ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പാണ് റോബിനുമായി ആദ്യമായി സംസാരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും അയച്ച പഴയ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവിനായി വേദലക്ഷ്മി പങ്കുവച്ചു. സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് റോബിൻ പ്രസ് മീറ്റ് നടത്തിയത്. കള്ളങ്ങൾ ഓരോന്നായി പൊളിക്കുമെന്നും മാസങ്ങൾക്ക് മുമ്പ് തന്നെ താൻ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോയതാണെന്നും വേദലക്ഷ്മി വീഡിയോടൊപ്പം കുറിച്ചു. സത്യം പുറത്തു വരണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താനും കൃത്രിമം കാണിക്കാനും ശ്രദ്ധ തിരിക്കാനും നിശബ്ദമാക്കാനും എപ്പോഴും ശ്രമങ്ങളുണ്ടാവും. എന്നാൽ എത്രയൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ആസൂത്രിതമായ മാനിപ്പുലേഷനുകൾ നടത്തിയാലും സത്യത്തെ മാറ്റാൻ കഴിയില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ നിയമപരമായി മുന്നോട്ടു പോയതാണ്. ഞാൻ സ്ഥലത്തില്ലെന്നും ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ടാണ് അയാൾ പരാതിയുമായി നടക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഈ നാടകവും. നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടാകും, എന്നാൽ എനിക്കതില്ല. അതുകൊണ്ടാണ് എൻ്റെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയാണ് എന്ന കുറിപ്പോടെയാണ് വേദലക്ഷ്മി വീഡിയോ പങ്കുവച്ചത്. റോബിൻ്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് കരുതുന്നു. കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ എവിടെ നിർത്തുന്നോ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുമെന്ന്. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തണമെന്നുള്ളതും അതിൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്നുള്ളതും എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷിക്കാൻ റോബിൻ ഏതറ്റം വരെയും പോകുന്നു എന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര്, പിന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്ത് വിളിച്ചു കൊണ്ടുവന്ന ഡോക്ടർ അനന്തോസുജിത്തിൻ്റെ പേര്, ഇതുകൂടാതെ അബിൻദേവ് എന്ന മൂന്നാമതൊരു വ്യക്തിയുടെ പേരും പറയുന്നുണ്ട്. ഇത്രയും വളർന്നു പന്തലിച്ച ആജാനുബാഹുമായ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഡോക്ടർ റോബിനെ ഒരു പാവയെപ്പോലെ കളിപ്പിച്ചു കൊണ്ടിരുന്ന എബിൻദേവ് ഡിസംബർ 15, 2025 തൊട്ട് റോബിൻ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായുള്ള ഇവരുടെ ചാറ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് റോബിൻ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. തുടർന്ന് വേദലക്ഷ്മി അബിൻദേവും റോബിനുമായുള്ള ചാറ്റ് പുറത്തുവിടുന്നത്. ചാറ്റിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം, ഞാൻ റോബിൻ രാധാകൃഷ്ണൻ. എനിക്ക് കുറച്ചു പണം വേണമായിരുന്നു, ഒരു 90,000 രൂപ. അബിൻ ബ്രോ എനിക്കത് തരുമെന്ന് എനിക്കറിയാം. കാരണം വളരെ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് അബിൻ ബ്രോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷനാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 27-ാം തീയതി രാത്രി 10 മണിക്കകത്ത് ഞാനത് തിരിച്ചയച്ചേക്കാം. എനിക്കൊരു 90,000 രൂപ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റാണ്. പിന്നെ സീസൺ 8ൻ്റെ ആശംസകൾ. നീ ഒരു വിന്നറായി വരട്ടെ. ഈ സഹോദരൻ്റെ ആശംസകൾ. വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ മുഴുവൻ കാണണേ, സഹായിക്കണേ എന്നൊക്കെ റോബിൻ പറയുന്നുണ്ട്. റോബിൻ നീ എന്തൊക്കെയാണ് അയക്കുന്നത് എന്നാണ് അബിൻദേവ് മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ റോബിൻ പറയുന്നത് എനിക്ക് നിങ്ങളെ ഉള്ളൂ സഹായിക്കാൻ എന്നാണ്. പറ്റുന്നതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തന്നു, ഇപ്പോൾ പൈസ ഇല്ല എന്നാണ് അബിൻദേവിൻ്റെ മറുപടി. എന്നാൽ വീണ്ടും റോബിൻ രാധാകൃഷ്ണൻ പണം ചോദിക്കുകയും തരുന്നത് ഇന്ന് രാത്രി തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ അല്ല എന്നും പറയുന്നുണ്ട്. വീണ്ടും റോബിൻ പണം ചോദിക്കുകയും അവൻ പണം ഇല്ല എന്നുമാണ് പറയുന്നത്.